നമ്മുടെ ഖുർആൻ പഠന പരമ്പരയിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 10 വാക്യങ്ങളാണ്. തുടർന്നുള്ള വാക്യങ്ങൾ ഇന്ന് നമുക്ക് പരിശോധിക്കാം. 10-ാമത്തെ വാക്യത്തിൽ അവിശ്വാസികൾ നരകത്തിലായിരിക്കും എന്ന ഭീഷണിയിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. വിശ്വസിക്കാത്തവർ, അതും പരലോകത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ നരകത്തിലായിരിക്കും എന്നാണ് പറഞ്ഞു വെച്ചത്. പരലോകമുണ്ട് എന്നതിനും പുനർജീവിതമുണ്ട് എന്നതിനും യാതൊരു തെളിവും നിരത്താതെ തെളിവ് ചോദിച്ചവരെയെല്ലാം അപഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർക്കെല്ലാം നരകം വാഗ്ദാനം ചെയ്തുകൊണ്ട് മുഹമ്മദ് മക്കയിൽ തൻ്റെ ദൗത്യം ഏതാണ്ട് അവസാനിപ്പിച്ച് അവിടെ നിന്ന് പലായനം ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ അധ്യായം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും 11-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. മനുഷ്യൻ ഗുണത്തിന് പ്രാർത്ഥിക്കുന്ന പ്രകാരം അവൻ ദോഷത്തിനും പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ഒരു ധൃതി കൂട്ടുന്നവനാകുന്നതാനും. ഇതാണ് 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇതിന് വ്യാഖ്യാതാക്കൾ പല സന്ദർഭവും പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സന്ദർഭം നളർ ഇബ്നു ഹാരിസിനെ പോലെയുള്ള മക്കയിലെ ഖുറൈശി പ്രമാണിമാർ മുഹമ്മദിൻ്റെ നിരന്തരമായ ഈ ശിക്ഷാ ഭീഷണി കേട്ടിട്ട് ശിക്ഷ ഇറക്കി കാണിക്കുകയെന്ന് പറഞ്ഞ് മുഹമ്മദിനെ വല്ലാതെ പരിഹസിക്കാൻ തുടങ്ങി. നീ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആകാശം പൊളിഞ്ഞു വീഴും, അല്ലെങ്കിൽ ഭൂമി വളർന്ന് താഴോട്ട് താഴും, ആകപ്പാടെ കുലുക്കി മറിക്കും എന്നൊക്കെ പറഞ്ഞ് ശിക്ഷ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പൂർവികരുടെ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ശിക്ഷ അങ്ങോട്ട് വന്നോട്ടെ, ഞങ്ങളത് നേരിട്ടോളാം, ഒന്ന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആ ശിക്ഷയൊന്ന് ഇറക്കി കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ ഖുറൈശി പ്രമാണിമാർ പരിഹസിച്ചു. ആ പരിഹാസത്തിൻ്റെ മുമ്പിൽ ഉത്തരം മുട്ടിയ മുഹമ്മദ് പറയുന്ന ഒരു കൊഞ്ഞനം കുത്തലാണിത്. തിന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ധൃതി കൂട്ടുന്നു, അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. എന്നുവെച്ചാൽ നന്മയാണ് ദൈവം ഇറക്കി തരിക, പ്രാർത്ഥിച്ചാൽ നന്മയാണ് ദൈവം തരിക, തിന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഈ വെല്ലുവിളിയെ മുഹമ്മദ് നിരസിക്കുകയാണ്. കാരണം മുഹമ്മദിൻ്റെ വെല്ലുവിളിയും മുഹമ്മദിൻ്റെ ഭീഷണിയുമായിരുന്നു ശിക്ഷ ഇറക്കും, നിങ്ങൾ വിശ്വസിച്ചോ എന്നുള്ളത്. അതിന് മറുപടിയായിട്ടാണ് അവർ എങ്കിൽ ശിക്ഷ ഇറക്കി കാണിക്കുക, അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇതൊന്ന് ബോധ്യപ്പെടട്ടെ എന്ന വാദം അവരുന്നയിച്ചത്. അതിനുള്ള മറുപടിയാണ് തിന്മക്ക് വേണ്ടി ധൃതി കൂട്ടുന്നവരാകുന്നു മനുഷ്യർ എന്ന്. പാരമ്പര്യമായി തന്നെ മനുഷ്യൻ അങ്ങനെ ധൃതി കൂട്ടുന്നവനാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു കസീറിൻ്റെയൊക്കെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ആദം നബിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ആദം നബിയുടെ രൂപം കളിമണ്ണ് കൊണ്ടുണ്ടാക്കി പടച്ചവൻ മൂക്കിലൂടെ ആദ്യം ജീവനും ആത്മാവും ഊതിക്കയറ്റിയ സമയത്ത് ആ ആത്മാവ് പതുക്കെയാണ് ഇങ്ങനെ തലയിൽ താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആദ്യം തലയിൽ കയറിയപ്പോൾ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് ആദം പറഞ്ഞു. അങ്ങനെയാണ് ഈ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ദൈവത്തെ, അള്ളാഹുവിനെ സ്തുതിക്കണമെന്നുള്ള ആശയം സ്ഥാപിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ആദം നബിയെ മണ്ണ് കൊണ്ടുണ്ടാക്കി മൂക്കിലേക്ക് ആത്മാവ് ഊതിക്കയറ്റിയ ഉടനെ തന്നെ അങ്ങനെ ആത്മാവ് തലയിലേക്ക് കയറിയപ്പോൾ ചൊറിച്ചിലുണ്ടായി, മൂക്കിനകത്ത് ചൊറിച്ചിലുണ്ടായി, തുമ്മി എന്നാണ്. അങ്ങനെ തുമ്മിയപ്പോൾ മൂക്കിലുണ്ടായിരുന്ന പിശാചി തെറിച്ചു പോയത് കൊണ്ടായിരിക്കാം അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി എന്ന് അപ്പം തന്നെ ആദം സ്തുതി പറഞ്ഞു എന്നാണ്. അപ്പോൾ ആദമിനെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച് ജീവൻ ആദ്യം അങ്ങോട്ട് കയറ്റി ഉടനെ തന്നെ ആദ്യം ഉണ്ടാകുന്ന പ്രതികരണം തുമ്മലാണ്. ആ തുമ്മലുണ്ടാകുമ്പോൾ ആദമിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്ന ശബ്ദം അൽഹംദുലില്ലാ എന്നാണ്, അള്ളാഹുവിന് സ്തുതി എന്നാണ്. അങ്ങനെ ആ തുമ്മലൊക്കെ ഉണ്ടാക്കി ആത്മാവ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോൾ കയ്യിൻ്റെ അതിലൊക്കെ എത്തുമ്പോൾ കൈ ഇളക്കാൻ തുടങ്ങി. അവിടെ നിന്ന് അങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഓരോ അവയവങ്ങളും ചലിക്കാൻ തുടങ്ങി. പക്ഷേ ആദമിന് എനിക്ക് പെട്ടെന്ന് എണീറ്റ് നിൽക്കണം, എൻ്റെ കാലുമ്പക്ക് വേഗം എത്തിച്ചു കൊണ്ടാ എന്ന് ആദം അപ്പോൾ ആ ദൈവത്തിനോട് ധൃതി കാണിച്ചു എന്നാണ് ഇബ്നു കസീറിൻ്റെ വ്യാഖ്യാനത്തിലുള്ള ഒരു കഥ, ഒരു കോമഡി. അപ്പോൾ കാലുമ്പലേക്ക് ആത്മാവ് എത്താൻ കുറച്ച് സമയമെടുത്തു. അത്രയും സമയം ക്ഷമിക്കാൻ ആദമിന് കഴിഞ്ഞില്ല. എപ്പോഴാണ് എൻ്റെ കാലുമ്പൽ ആത്മാവ് വരിക, എനിക്ക് എണീറ്റിപ്പോൾ നടക്കണം, ഓടണം എന്ന രീതിയിൽ ആദം ധൃതി കാണിച്ചു എന്നാണ്. അതുകൊണ്ട് ആദം തന്നെ അങ്ങനെ ധൃതി കാണിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഈ ആയത്ത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം ചൂണ്ടിക്കാണിച്ചതാണ് എന്നാണ്
വ്യാഖ്യാതാക്കൾ സമർത്ഥിക്കുന്നത്. എന്തായാലും കാലുമ്പക്ക് ആത്മാവ് വരുന്നത് മോശം കാര്യമാണോ അല്ലേ എന്നുള്ളതൊക്കെ ഇതിനകത്ത് വേറെ കോമഡിയാണ്. അങ്ങനെ ഖുറൈശികൾ ശിക്ഷ ഇറക്കാൻ വേണ്ടി ധൃതി കാണിച്ചപ്പോൾ അവരോട് പറഞ്ഞ ഒരു കൊഞ്ഞനം കുത്തൽ മറുപടിയാണ് ഈ 11-ാം വാക്യത്തിലുള്ളത്. ഇനി അടുത്ത വാക്യം 12-ാം വാക്യം. രാത്രിയെയും പകലിനെയും നാം 2 ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. എന്നാൽ രാത്രിയാകുന്ന ദൃഷ്ടാന്തത്തെ നാം മായിച്ചു ഇരുട്ടാക്കി വെച്ചു. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾ തേടിയെടുക്കാൻ വേണ്ടി പകലാകുന്ന ദൃഷ്ടാന്തത്തെ നാം കാണത്തക്കതാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുവാൻ വേണ്ടിയും എല്ലാ കാര്യവും തന്നെ നാം അത് വിശദീകരിച്ചിരിക്കുന്നു. എല്ലാ കാര്യവും വിശദീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്ന 2 ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ. ഒന്ന് പകലും രാത്രിയും. ഇത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അള്ളാഹു, ഇത് ഉണ്ടാക്കിയ പടച്ചോൻ മനുഷ്യരാശിയോട് പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണ് രാത്രിയും പകലും ഉണ്ടാക്കിയത്? രാത്രി നിങ്ങൾക്ക് വെളിച്ചത്തിൻ്റെ ശല്യമില്ലാതെ വിശ്രമിക്കാനും പകൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടിക്കൊണ്ട് യാത്ര ചെയ്യാനും കച്ചവടം ചെയ്യാനും ജോലി ചെയ്യാനും ഒക്കെ ഈ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് രാത്രിയും പകലും നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് മാസവും കൊല്ലവും ദിവസവും ഒക്കെ കണക്ക് കൂട്ടാൻ ഈ ഒരു കലണ്ടറിൻ്റെ പ്രയോജനം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു രാത്രിയും പകലും ഉണ്ടാക്കി തന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇതുപോലെയുള്ള കുറേ കോമഡി ദൃഷ്ടാന്തങ്ങൾ ഖുർആനിൽ വേറെയുണ്ട്. സൂര്യനെ ഉണ്ടാക്കി തന്നതും ചന്ദ്രനെ ഉണ്ടാക്കി തന്നതും നക്ഷത്രങ്ങൾ ഉണ്ടാക്കി തന്നതും ഒക്കെ നമുക്ക് കൊല്ലം കണക്കാക്കാനും മാസം കണക്കാക്കാനും ഹജ്ജിന് പോകാനുള്ള സമയം കണക്കാക്കാനും ഒക്കെയാണെന്നും ഈ അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും ഉൾപ്പെടെ ഭൂമിയിൽ ഈ കരയേക്കാൾ കൂടുതൽ വലിയ സമുദ്രങ്ങൾ മുഴുവൻ ഉണ്ടാക്കി തന്നിരിക്കുന്നത് നമുക്ക് മുത്ത് പെറുക്കാനും മീൻ പിടിക്കാനുമാണ് എന്നൊക്കെയാണ് ഖുർആനിലെ ദൃഷ്ടാന്തം പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു നഴ്സറി ക്ലാസ്സിലെ കുട്ടിയുടെ നിലവാരത്തിലുള്ള അത്രയും ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആനിലൂടെ ദൃഷ്ടാന്തങ്ങളായിട്ട് പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ചെറിയ നഴ്സറി കുട്ടിയോട് എന്തിനാണ് മഴ പെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കടലാസിൻ്റെ തോണി ഉണ്ടാക്കി മുറ്റത്ത് തോണി വെച്ച് കളിക്കാനാണ് എന്ന് ഈ കുട്ടി പറയും. കാരണം ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, നഴ്സറി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്യുമ്പോൾ മുറ്റത്ത് വെള്ളം നിൽക്കുന്നു. അപ്പോൾ കടലാസിൻ്റെ തോണി ഉണ്ടാക്കിയിട്ട് ആ വെള്ളത്തിൽ കളിക്കുന്നു. ആ കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അതുകൊണ്ട് എന്തിനാണ് മഴ പെയ്യുന്നത് എന്ന് നഴ്സറി കുട്ടിയോട് ചോദിച്ചാൽ ചിലപ്പോൾ ആ കുട്ടി പറയും അത് തോണി ഉണ്ടാക്കി കളിക്കാനാണ്. പിന്നെ ആ കുട്ടി ഒരു 1-ാം ക്ലാസ്സിലൊക്കെ എത്തിയൊരു സ്ലേറ്റൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കുട്ടി ആ മഴയത്ത് കാട്ടിയിട്ടാവും കുട്ടി സ്ലേറ്റ് മായ്ക്കുക. അപ്പോൾ ആ കുട്ടിയോട് എന്തിനാണ് മഴ പെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മഴ പെയ്യുന്നത് സ്ലേറ്റ് മായ്ക്കാനാണ് എന്ന് ആ കുട്ടി ഉത്തരം പറഞ്ഞേക്കാം. ഏതാണ്ട് അതേ നിലവാരത്തിലുള്ള ദൃഷ്ടാന്തം പറച്ചിലാണ് ഇവിടെ. സമുദ്രങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് മുത്തും മാലമണിയും പെറുക്കാനാണെന്നും ഈ ഭൂമി ഇങ്ങനെ ഉരുട്ടിയുണ്ടാക്കിയിട്ട് അതിങ്ങനെ കറക്കിയിട്ട് രാത്രിയും പകലും ഉണ്ടാക്കി തരുന്നത് നിങ്ങൾക്ക് മാസം കണക്കാക്കാനും ദിവസം കണക്കാക്കാനും വേണ്ടിയിട്ടാണ് എന്നും ഒക്കെ പറഞ്ഞാൽ അതിലും വലിയ കോമഡി വേറെ എന്താ ഉള്ളത്? രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭൂമി ഇങ്ങനെ ഉരുട്ടിയുണ്ടാക്കി കറക്കിയിട്ടാണ് എന്നുള്ളത് നമ്മളുടെ ഇന്നത്തെ അറിവാണ്, നമ്മൾ പറയുന്നതാണ്. അതൊന്നും പറഞ്ഞു തരാനുള്ള അറിവ് ഈ പഠിച്ചവൻ ഉണ്ടായിട്ടില്ല. കാരണം ഈ ഖുർആനിൽ 6000-ൽ പരം ദൃഷ്ടാന്തം പറച്ചിലുകൾ ഉണ്ടായിട്ടും അവിടെ എവിടെയും ഭൂമി ഉരുണ്ടതാണെന്നോ ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാവുന്നതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് രാത്രിയും പകലും ഉണ്ടാവുന്നു, അതിപ്പോൾ എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും അറിയുന്ന കാര്യമാണ്. രാത്രിയും പകലും ഉണ്ടാവുന്നു, അതുകൊണ്ട് മനുഷ്യർക്കുള്ള പ്രയോജനം എന്താണ് അതും മനുഷ്യർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മനുഷ്യർക്ക് അറിയാവുന്ന അന്നത്തെ മനുഷ്യരുടെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യർ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ദൃഷ്ടാന്തം പറഞ്ഞു തരാൻ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. അതിന് അന്ന് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് പറയാവുന്ന കാര്യങ്ങളാണ്. രാത്രിയും പകലും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് വിശ്രമിക്കാനും നിങ്ങൾക്ക് ജോലി ചെയ്യാനും വേണ്ടി സൗകര്യത്തിനാണ് എന്നും അത് നിങ്ങൾക്ക് മാസം കണക്കാക്കാനും ദിവസം കണക്കാക്കാനുമാണ് എന്നും പറയാൻ ഒരു ദൈവം ആകാശത്തുനിന്ന് പുസ്തകം കൊടുത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അന്നത്തെ അറബികൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതാണ് ഞാൻ വെല്ലുവിളിയായിട്ട് ഉയർത്തിയത്. അന്നത്തെ അറബികൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം ഈ ഖുർആനിലുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിയായിട്ട് ചോദിച്ചത് അതാണ്. അതിന് കൊണ്ടുവന്ന മറുപടി നമ്മൾ കണ്ടു, നമ്മൾ കുറേ ചിരിച്ചതാണ്. ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്ന് അന്നത്തെ ആളുകൾക്ക് അറിയില്ലായിരുന്നു. ആഴക്കടലിൻ്റെ അടിയിൽ പോയി കൈ നീട്ടിയാൽ നമുക്ക് കൈ കാണാൻ പറ്റില്ല എന്നറിവ്, രണ്ടാമത്തെ അറിവ് അന്നത്തെ ആളുകൾക്ക് അറിയില്ലായിരുന്നു. കാലും കൂടെ നീട്ടിയാൽ അതും കാണാൻ പറ്റില്ല എന്ന മൂന്നാമത്തെ അറിവ്, അതും അന്നത്തെ അറിവുകൾക്ക് അറിയില്ലായിരുന്നു. 5-6 അറിവുകൾ നിരത്തിയ കോമഡിയൊക്കെ നമ്മൾ കണ്ടതാണ്. അതല്ലാതെ
മനുഷ്യർക്ക് അറിയാത്ത, അന്നത്തെ മനുഷ്യർക്ക് അറിയാത്ത, എന്നാൽ മനുഷ്യർ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മൗലികമായിട്ടുള്ള ഒരു അറിവും ഈ മനുഷ്യൻ്റെ ചുറ്റുപാടിലുള്ള, ആസന്ന ചുറ്റുപാടിലുള്ള പ്രകൃതിയെക്കുറിച്ച് പോലും ഈ ഖുർആനിൽ എവിടെയും ഒരു സൂചനയില്ല. ഭൂമി ഉരുണ്ടതാണ് എന്നതിൻ്റെ സൂചനയില്ല, ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത് എന്നതിൻ്റെ സൂചനയില്ല, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമാണ് എന്നതിൻ്റെ യാതൊരു സൂചനയുമില്ല. മറിച്ച് ചന്ദ്രനെ എന്താണ് ചന്ദ്രൻ എന്ന് ചോദിച്ചാൽ അതൊരു വെളിച്ചമാണ് എന്നും അതിങ്ങനെ കോലം മാറി വരുന്നത് മാസം കണക്കാക്കാനാണ് എന്നൊക്കെ അന്നത്തെ അറബികളോട് പറയാൻ ഒരു ദൈവം ആകാശത്ത് നിന്ന് കിതാബ് കൊടുത്തയക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതിൽ നമ്മൾ ചിന്തിക്കുന്നവർക്കുള്ള ഏക ദൃഷ്ടാന്തം. എന്ന് മാത്രമല്ല, ഇവിടെ പറയുന്ന നിങ്ങൾക്ക് വിശ്രമിക്കാനും നിങ്ങൾക്ക് ജോലി ചെയ്യാനും കൃത്യമായി രാവും പകലും ഇങ്ങനെ തുല്യമാക്കി വെച്ച് തന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഭൂമിയിലെ എല്ലായിടത്തുമുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് പോലും പ്രാഥമികമായ അറിവ് ഈ ഖുർആൻ വെളിപാട് അവതരിപ്പിച്ച മുഹമ്മദിന് ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഈ വാക്യം. കാരണം ഭൂമിയിൽ ഇന്ന് മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളിൽ തന്നെ രാത്രിയും പകലും ഒന്നും ഇങ്ങനെ വിശ്രമിക്കാനും ജോലി ചെയ്യാനും പാകത്തിൽ ക്രമമായും തുല്യമായിട്ടും അനുഭവപ്പെടുന്നില്ല. 3 മാസം അസ്തമിക്കാതെ സൂര്യൻ ചക്രവാളത്തിൽ ചുറ്റിക്കറങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. 6 മാസം തന്നെ സൂര്യൻ അസ്തമിക്കാത്ത സ്ഥലവും 6 മാസം സൂര്യൻ ഉദിക്കാത്ത സ്ഥലവും ഭൂമിയിലുണ്ട്. അതിനോട് ഏകദേശം അടുത്തൊക്കെ മനുഷ്യരിന്ന് താമസിക്കുന്നുണ്ട്. അങ്ങനെ താമസിക്കുന്ന മനുഷ്യർക്ക് മാസങ്ങളോളം രാത്രിയാവാതെയും മാസങ്ങളോളം പകലാവാതെയുമുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാലാവസ്ഥകളിലും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവിടെ മനുഷ്യർ രാത്രിയെ പകലാക്കിയും പകലിനെ രാത്രിയാക്കിയൊക്കെ മനുഷ്യരുടെ കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. അവിടെ കാലം കണക്കാക്കാൻ ഈ അള്ളാഹുവിൻ്റെ പകലും രാത്രിയൊന്നും പോരാ ദിവസം കണക്കാക്കാൻ. അവിടെ ദിവസം കണക്കാക്കണമെങ്കിൽ ഭൂമി കറങ്ങുന്നതിൻ്റെ സമയമൊക്കെ കണക്കാക്കാൻ നമ്മൾ വേറെ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ദൃഷ്ടാന്തം പറച്ചിലുകൾ പോലും ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന കാര്യമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത്തരം അറിവുകളൊന്നും പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിനുമില്ല, അവിടുന്ന് വെളിപാട് താങ്ങിക്കൊണ്ടുവന്ന ജിബ്രീലിനുമില്ല, അത് മനുഷ്യരോട് പറഞ്ഞ മുഹമ്മദിനും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിലൊക്കെയുള്ള ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തം. തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ഇതിനകത്ത് ദൃഷ്ടാന്തങ്ങൾ വേറെയാണ്. ആ ദൃഷ്ടാന്തങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നതൊക്കെ. എല്ലാ കാര്യവും തന്നെ വിസ്തരിച്ച് വിശദീകരിക്കുന്നു എന്നാണ് ഈ വാക്യം അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്. എല്ലാ കാര്യവും പോയിട്ട് മനുഷ്യർക്ക് അത്യാവശ്യം അറിയേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ പോലും വിസ്തരിച്ച് പോയിട്ട് ഒരു സൂചനയായി പോലും ഖുർആനിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. 13 എല്ലാ മനുഷ്യനും തന്നെ അവൻ്റെ ശകുനം അവൻ്റെ കഴുത്തിൽ നാം ഏർപ്പെടുത്തി വച്ചിരിക്കുന്നു. ഖിയാമത്ത് നാളിൽ അവന് ഒരു ഗ്രന്ഥം നാം വെളിക്ക് കൊണ്ടുവരികയും ചെയ്യും. വിരുത്തപ്പെട്ടതായി അതവൻ കണ്ടെത്തുന്നതാണ്. നിന്റെ ഗ്രന്ഥം നീ വായിച്ചു കൊള്ളുക, നിന്റെ പേരിൽ കണക്ക് നോക്കുന്നവനായി ഇന്ന് നീ തന്നെ മതി എന്ന് പറയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ 13, 14 വാക്യങ്ങളിൽ എന്താണ് പറയുന്നത്? എല്ലാവരുടെയും ശകുനം. ഇവിടെ ശകുനം എന്ന വാക്ക് അറബിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ത്വായിറ എന്നാണ്. ത്വായിറ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് അറബി ഭാഷയിലെ ഭാഷാർത്ഥം. അപ്പോൾ ഈ പക്ഷിക്ക് ശകുനം എന്ന പര്യായം വരാനുള്ള കാരണം അന്നത്തെ അറബികൾ ശകുനം നോക്കിയിരുന്നത്, ലക്ഷണം നോക്കിയിരുന്നത്, ഇന്നത്തെ ജ്യോത്സ്യന്മാരും കൈനോട്ടക്കാരും ഒക്കെ ഭാവി പ്രവചിക്കാൻ വേണ്ടി ശകുനം നോക്കുന്നതിന് പകരം അറേബ്യയിലുണ്ടായിരുന്ന ഒരു രീതി അമ്പ് ചെയ്തിട്ട് പക്ഷികൾ എങ്ങോട്ടാണ് പറക്കുന്നത് എന്ന് നോക്കും. അങ്ങനെ പക്ഷികൾ പറക്കുന്ന ദിശ അനുസരിച്ച് അതൊരു സൂചനയായിട്ട് എടുത്തുകൊണ്ട് കാര്യങ്ങളെ ഗണിക്കുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. ശകുനം നോക്കാൻ വേണ്ടി പക്ഷികളെ പറപ്പിക്കുക. അങ്ങനെ പക്ഷിശാസ്ത്രം എന്ന് പറയുന്ന ഇവിടുത്തെ പല്ലിശാസ്ത്രം പോലെ ഒരു ശാസ്ത്രം അറബികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പക്ഷി എന്ന വാക്ക് ശകുനം എന്ന വാക്കിൻ്റെ പര്യായമായി വന്നത്. ഇവിടെ ശകുനം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും പെരടിയിൽ അവരുടെ ശകുനം വെച്ച് കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയും അതിനുശേഷം സ്വർഗത്തിലോ നരകത്തിലോ എത്തുന്നത് വരെയുള്ള സകല കാര്യങ്ങളും
മുൻകൂട്ടി രേഖപ്പെടുത്തി ഒരു കിതാബ് തയ്യാറാക്കി ആ കിതാബ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിധി പുസ്തകമായിട്ട് പെരടിയിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല, ജീവിക്കുമ്പോൾ നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ നമ്മൾ മരിക്കുന്നത് വരെയും നമ്മളുടെ എല്ലാ പ്രവൃത്തികളെയും ഒന്നൊഴിയാതെ രേഖപ്പെടുത്താനായിട്ട് 2 മലക്കുകൾ നമ്മുടെ 2 തോളിലും ഇരിപ്പുണ്ട് എന്നും ഇസ്ലാമിൻ്റെ കഥയിൽ പറയുന്നുണ്ട്. അതിൽ ഇടത്തെ തോളിലിരിക്കുന്ന മലക്ക് തിന്മകൾ എഴുതി വെക്കുന്നു, വലത്തെ തോളിലിരിക്കുന്ന മലക്ക് നന്മകൾ എഴുതി വെക്കുന്നു എന്നാണ്. എന്നിട്ട് ഈ 2 കിതാബും പരലോകത്ത് വെച്ചിട്ട് അള്ളാഹു നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വിരുത്തി വെച്ച് തരും. എന്നിട്ട് നമ്മളോടത് വായിക്കാൻ പറയും. അങ്ങനെ നമ്മൾ എന്തൊക്കെ നന്മ ചെയ്തു, എന്തൊക്കെ തിന്മ ചെയ്തു എന്ന് നമ്മുടെ പുസ്തകം നോക്കി നമുക്ക് തന്നെ ബോധ്യപ്പെടും എന്നാണ് ഈ 2 വാക്യങ്ങളിലായിട്ട് പറയുന്നത്. ഇവിടെ ഗ്രന്ഥം തയ്യാറാക്കി അത് പരലോകത്ത് വിചാരണ വേളയിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അത് വായിച്ച് നോക്കുക എന്ന് ദൈവം നമ്മളോട് കൽപ്പിക്കും. അങ്ങനെ നമ്മളത് വായിച്ച് നോക്കും. എന്നിട്ട് നമ്മളതിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ചെയ്ത തെറ്റും ശരിയൊക്കെ നമുക്ക് തന്നെ ബോധ്യപ്പെടും. ആ വിചാരണയ്ക്ക് ശേഷമാണ് നമ്മളെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുക എന്നാണ് കഥ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഈ ഖുർആനിൽ ഇതേ അധ്യായത്തിൽ ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന 97-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അന്ന് നമ്മളെ അവിടെ പുനർജനിപ്പിക്കുക, നമ്മളെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് തിന്മ ചെയ്ത ആളുകളെ പുനരുജ്ജീവിപ്പിക്കുക, കെട്ടിവലിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ വിചാരണയ്ക്ക് കൊണ്ടുവരിക അന്ധരും ബധിരരും മൂകരുമായിട്ടാണ് എന്നാണ് ഈ ഖുർആനിൽ 1-ലധികം സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 17-ാം അധ്യായത്തിലെ 97-ാം വാക്യത്തിൽ തന്നെ അത് വരുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയാം. അപ്പോൾ അന്ധനും ബധിരനും മൂകനുമായിട്ട് അവിടെ കെട്ടിവലിച്ച് കൊണ്ടുവന്ന ആളുടെ മുമ്പിലേക്കാണ് അയാളുടെ വിധി പുസ്തകം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് വായിച്ചു നോക്കുക എന്ന് പറയും എന്നാണ്. വായിക്കാൻ പറയും. അപ്പോൾ അയാളതൊക്കെ വായിച്ച് നോക്കിയിട്ട് അയാൾ തിരിച്ചും ചിലതൊക്കെ പറയും എന്ന് ഈ ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരിക്കൽ പറഞ്ഞ ഒരു നുണ ഓർക്കാതെ തൊട്ടടുത്ത ദിവസം വേറൊരു നുണ പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രകടമായ വൈരുദ്ധ്യങ്ങൾ ഇതിനകത്ത് കടന്നു വരുന്നത്. അപ്പോൾ സർവജ്ഞാനിയായ ഒരു പ്രപഞ്ച സൃഷ്ടാവ് എഴുതിയ പുസ്തകത്തിൽ നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ നിങ്ങൾ അന്ധരും ബധിരരും മൂകരുമായിരിക്കും എന്നൊരു സ്ഥലത്ത് പറയുക, തൊട്ടപ്പുറത്ത് വേറൊരു സ്ഥലത്ത് നിങ്ങളെ പുനരുജ്ജീവിപ്പിച്ച ശേഷം നിങ്ങളുടെ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ട് നിങ്ങളോട് വായിക്കാൻ പറയുമെന്നും ആ പറയുന്നത് കേട്ടിട്ട് നിങ്ങളത് വായിക്കുമെന്നും വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് തിരിച്ച് പറയും എന്നുമൊക്കെ പറയാം. അപ്പോൾ അവിടെ കണ്ണിനൊരു കുഴപ്പമില്ല, കേൾവിക്കൊരു കുഴപ്പമില്ല, സംസാരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. തൊട്ട് മുമ്പ് പറഞ്ഞത് അല്ലെങ്കിൽ തൊട്ട് ശേഷം പറയുന്നത് അവിടെ ജനിക്കുമ്പോൾ അന്ധനായിരിക്കും, മൂകനായിരിക്കും, ബധിരനായിരിക്കും എന്ന്. ഇങ്ങനെയുള്ള പ്രകടമായ വിരോധാഭാസങ്ങളുടെ കോമഡികളാണ് ഈ പുസ്തകത്തിൽ നിറയെ നമ്മൾ കാണുന്നത്. എന്തായിരിക്കാം കാരണം? സർവജ്ഞാനിയായ ഒരു പടച്ചോൻ എന്തായാലും ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്യില്ല. ഒരിക്കൽ പറഞ്ഞത് ഓർക്കാതെ വേറൊരിക്കൽ അതിന് വിരുദ്ധമായ കാര്യം പറയുക എന്നത് സർവജ്ഞാനിയായ ഒരു ദൈവം ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ ആർക്കാണ് കുഴപ്പം പറ്റിയത്? കുഴപ്പം പറ്റിയത് ഇത് പറഞ്ഞ വ്യക്തിക്കാണ്. 23 വർഷക്കാലം കൊണ്ട് ഒരുപാട് നുണക്കഥകൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആദ്യം പറഞ്ഞ നുണ മറന്നു പോകും. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാതെ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പറയും. ഇത് നമുക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അശ്രദ്ധ കൊണ്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. സത്യം പറയുമ്പോൾ മാത്രമാണ് വൈരുദ്ധ്യങ്ങളില്ലാതെ വരിക. നുണ പറയുമ്പോൾ വൈരുദ്ധ്യം വരും, ആരായാലും വരും. ഞാൻ ഇന്നലെ പറഞ്ഞ നുണ ഇന്ന് ഞാൻ ഓർത്തിരിക്കണമെന്നില്ല. മറ്റന്നാൾ ഞാൻ വേറൊരാളോട് പറയുമ്പോൾ അതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ളൊരു നുണ ഞാൻ പറയും. അങ്ങനെയാണ് നമ്മളുടെ പറച്ചിലുകളിൽ വൈരുദ്ധ്യങ്ങൾ വരുന്നത്. അതുതന്നെയാണ് ഇവിടെ മുഹമ്മദിന് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഖുർആനിൽ ഇത്തരം വൈരുദ്ധ്യങ്ങൾ വന്നത്. 15-ാം വാക്യം, ആർ നേർമാർഗം പ്രാപിച്ചുവോ അവൻ തൻ്റെ സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് നേർമാർഗം പ്രാപിക്കുന്നത്. ആർ വഴിപിഴച്ചുവോ അവൻ അതിനെതിരായി തന്നെയാണ് വഴിപിഴക്കുന്നതും. കുറ്റം വഹിക്കുന്ന ഒരാത്മാവും മറ്റൊന്നിൻ്റെ കുറ്റം വഹിക്കുകയില്ല. ഒരു റസൂലിനെ അയക്കുന്നതുവരെ നാം ആരെയും ശിക്ഷിക്കുന്നവരായിരിക്കില്ല താനും. ഈ പറഞ്ഞതിനകത്തും ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ കോമഡികളുണ്ട്. ഈ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ഈ ഖുർആനിലുടനീളം നിങ്ങൾക്ക് കാണാം. ആർ നേർമാർഗം പ്രാപിക്കുന്നോ അവരുടെ ഗുണം കൊണ്ട് തന്നെയാണ് നേർമാർഗം പ്രാപിക്കുന്നത് എന്നതും, ആർ വഴിപിഴക്കുന്നോ അവരുടെ കുറ്റം കൊണ്ട് തന്നെയാണ് വഴിപിഴക്കുന്നത് എന്നതും ഖുർആൻ വിരുദ്ധമാണ്.
ഇതേ ഖുർആനിൽ പറയുന്നത് മനുഷ്യരെ എല്ലാം വഴി പിഴപ്പിക്കുന്നത് അള്ളാഹു തന്നെയാണ് എന്നാണ്. ഒരുപാട് സ്ഥലത്ത് അള്ളാഹു വഴി പിഴപ്പിക്കുന്നു എന്ന് പറയുന്നു, ഒരുപാട് സ്ഥലത്ത് പിശാച് വഴി പിഴപ്പിക്കുന്നു എന്ന് പറയുന്നു, ഒരുപാട് സ്ഥലത്ത് മറ്റു ദൈവങ്ങൾ വഴി പിഴപ്പിക്കുന്നു എന്ന് പറയുന്നു, വേറെ കുറേ സ്ഥലത്ത് നിങ്ങൾ സ്വയം വഴി പിഴക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ അനേകം പ്രസ്താവനകൾ ഖുർആനിൽ 900 വട്ടം ആവർത്തിക്കുന്നത് കാണാം. അവിടെ വഴി പിഴക്കുന്നതും നേർമാർഗം പ്രാപിക്കുന്നതും എല്ലാം അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ചതാണ് എന്ന തലയിലെഴുത്ത് കഥ ഈ മക്കയിലെ ഖുറൈശികളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് നിങ്ങൾ പിഴക്കാൻ കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് ഇവിടെ ആവർത്തിക്കുന്നത്. ഇത് ഖുർആനിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ്. നമുക്ക് ഇനിയും ഈ വൈരുദ്ധ്യങ്ങളിലൂടെ കടന്ന് പോകേണ്ടി വരും. കൂടുതൽ ആ സമയത്ത് നമുക്ക് വിശദീകരിക്കാം. ഇവിടെ പറയുന്ന മറ്റൊരു കോമഡി, ഒരാളുടെയും നന്മയോ തിന്മയോ, നന്മ ഇവിടെ പറയുന്നില്ല, ഒരാളുടെയും തിന്മ മറ്റൊരാൾ വഹിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇതേ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അനേകം സന്ദർഭങ്ങളിൽ ഒരാളുടെ തിന്മ മറ്റൊരാൾ വഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാം. ഖുർആനിൽ തന്നെ അത്തരം അനുഭവങ്ങൾ വേറെ വരാനുണ്ട്. അടുത്ത കോമഡി, ഒരു റസൂലിനെ അയക്കാതെ നാം ആരെയും ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. ആ കോമഡി നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഈ പറഞ്ഞ കാര്യം, അതായത് ഒരാളുടെ കുറ്റങ്ങൾ, ഒരാളുടെ തിന്മകൾ മറ്റാരെയും ബാധിക്കുകയില്ല, മറ്റാരും വഹിക്കേണ്ടി വരികയില്ല എന്ന ഈ പ്രസ്താവനയ്ക്ക് നേരെ വിരുദ്ധമായിട്ട് മുഹമ്മദ് പറഞ്ഞിട്ടുള്ള കഥകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ പറയുന്നത്, പുനരുത്ഥാന നാളിൽ മലയോളം തിന്മയും പാപവും വഹിച്ചു കൊണ്ടുവരുന്ന മുസ്ലിങ്ങളുടെ പെരടിയിൽ നിന്ന് ആ തിന്മയുടെ ഭാരം മുഴുവൻ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും തലയിലേക്ക് അള്ളാഹു മാറ്റിവെക്കും എന്നാണ്. മുസ്ലിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾ അത് കുന്നോളം മലയോളം ഉണ്ടെങ്കിൽ ശരി, അതും കൊണ്ട് വന്നാൽ ആ പാപം മുഴുവൻ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും തലയിലേക്ക് അള്ളാഹു എടുത്ത് മാറ്റിവെച്ചു കൊടുക്കും എന്ന് പറയുന്ന ഹദീസ് സഹീഹ് മുസ്ലിമിൽ നിങ്ങൾക്ക് കാണാം. ഇതാ തീർന്നില്ല, ബുഖാരിയിൽ പറയുന്ന, സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും മുത്തഫഖുൻ അലൈഹി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന എല്ലാ പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന 2-3 ഹദീസുകൾ ഞാൻ വായിക്കാം. എൻ്റെ കയ്യിലുള്ളത് CN അഹമ്മദ് മൗലവിയുടെ ബുഖാരി പരിഭാഷയാണ്. അതിലെ ക്രമനമ്പർ ഞാൻ പറയാം. ആ നമ്പർ അനുസരിച്ച് മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കഴിയില്ല. കാരണം CNൻ്റെ പരിഭാഷയിൽ അദ്ദേഹം സ്വന്തമായി കൊടുത്ത ക്രമനമ്പറാണ്. ആ ക്രമനമ്പർ 1362 നമ്പറിൽ കൊടുത്തിട്ടുള്ള ഹദീസാണ് വായിക്കുന്നത്. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, ഇസ്രായേല്യർ ഉണ്ടായിരുന്നില്ലെങ്കിൽ മാംസം കെട്ടുപോവുകയില്ലായിരുന്നു. ഹവ്വ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു സ്ത്രീയും അവളുടെ ഭർത്താവിനെ വഞ്ചിക്കുകയില്ലായിരുന്നു. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇസ്രായേല്യർ എന്തോ കുരുത്തക്കേട് കാണിച്ചു. അവർ കാണിച്ച കുരുത്തക്കേടിൻ്റെ കഥയൊക്കെ ബൈബിളിലും ഈ ഖുർആനിലൊക്കെ വരുന്നുണ്ട്. അവർക്ക് തിന്നാൻ കിട്ടാത്ത സമയത്ത് അവർ ദൈവത്തിനോട് പ്രാർത്ഥിച്ച്, അവരുടെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ദൈവം എന്തൊക്കെ ഇറച്ചിയോ മീനൊക്കെ കൊണ്ടു കൊടുത്ത് എന്ന് പറയുന്ന കുറേ കോമഡി കഥകളുണ്ട്. അങ്ങനെ കൊണ്ടു കൊടുത്തപ്പോൾ അവരെന്തോ ദൈവത്തിൻ്റെ ആജ്ഞ ലംഘിച്ചു എന്നൊക്കെ പറയുന്ന കുറേ കഥകളുണ്ട്. ഈ കഥകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്, ഇസ്രായേല്യർ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇറച്ചിയൊന്നും ചീഞ്ഞു പോവില്ലായിരുന്നു. അപ്പോൾ ഈ ഇറച്ചി ചീഞ്ഞു പോവുക എന്നുള്ള ഒരു ദോഷം ഈ പ്രകൃതിയിൽ ഒരു നിയമമായി ഉണ്ടായതിന് കാരണക്കാർ ഇസ്രായേല്യരാണ് എന്നും, സ്ത്രീകൾ ഭർത്താക്കന്മാരെ മുഴുവൻ വഞ്ചിക്കുന്നതിന് കാരണക്കാരി ഹവ്വ ആണ് എന്നാണ്. ഹവ്വ ഭർത്താവിനെ പിശാചിൻ്റെ പ്രേരണയാൽ വഞ്ചിച്ചു എന്ന കഥയാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ആ കഥയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഹവ്വ ഭർത്താവിനെ വഞ്ചിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഹവ്വ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ലോകത്തൊരു സ്ത്രീയും ഭർത്താവിനെ വഞ്ചിക്കുമായിരുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, കാലിന്മേൽക്ക് ആത്മാവ് എത്താൻ വൈകിയപ്പോൾ അക്ഷമ കാണിച്ചു ആദം എന്ന് പറഞ്ഞ കഥ ഇബ്നു കസീർ ഉദ്ധരിച്ചത് പറഞ്ഞു. അതേപോലെ ആദമിൻ്റെയും ഹവ്വയുടെയും കഥയിൽ അവർ ചെയ്തു എന്ന് പറയുന്ന പല തെറ്റുകൾക്കും മനുഷ്യരാശി മൊത്തമായി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന ആദിപാപ സിദ്ധാന്തം, ക്രിസ്ത്യാനികളുടെ ആദിപാപ സിദ്ധാന്തം മുഹമ്മദ് ഹദീസുകളിലൂടെ ഒരുപാട് ആവർത്തിച്ചിട്ടുണ്ട്.
മനുഷ്യർ മാത്രമല്ല ജന്തുക്കൾ പോലും അതിൻ്റെ ആ ആദിപാപത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ബൈബിളിലെ കഥ അനുസരിച്ച് പാമ്പ് മണ്ണിൽ എഴഞ്ഞു പോകുന്നതും സ്ത്രീകൾ പ്രസവവേദനയോടുകൂടി പ്രസവിക്കുന്നതും ഒക്കെ ഈ ആദം ഹവ്വമാർ ചെയ്തിട്ടുള്ള തെറ്റിൻ്റെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ അന്ന് പിശാച് പാമ്പായി വന്നതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഈ പാമ്പ് വർഗം മുഴുവൻ ഇങ്ങനെ മണ്ണ് തിന്നുകയും മണ്ണിൽ കയ്യും കാലും ഇല്ലാതെ എഴയുകയും ചെയ്യുന്നത് എന്ന് പറയുന്ന കഥയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരാശിയുടെ മൊത്തം തിന്മയ്ക്ക് കാരണം ആദി പിതാവും ആദിമാതാവും അടക്കം പൂർവികർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. അതുപോലെ ഖുർആനിൽ തന്നെ ഒരാളെ കൊന്നാൽ മനുഷ്യരാശിയെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന ഒരു ആയത്ത് എപ്പോഴും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ പൊക്കിക്കൊണ്ട് നടക്കാറുണ്ടല്ലോ. ആ ആയത്തിൻ്റെ പശ്ചാത്തല വിവരണത്തിൽ പറയുന്നത് ആദാമിൻ്റെ മക്കൾ പരസ്പരം കൊലപാതകം നടത്തിയതിൻ്റെ കാര്യമാണ്. അങ്ങനെ അവർ ഒരു കൊലപാതകം നടത്തിയത് കൊണ്ടാണ് മനുഷ്യർക്ക് പിന്നീട് വന്ന മനുഷ്യർക്കും തലമുറകളായി കൊലപാതകം ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുന്ന ഈ ആദിപാപ സിദ്ധാന്തം തന്നെയാണ് അവിടെയും വരുന്നത്. അങ്ങനെ ആദിപാപം എന്ന സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ ചെയ്ത തെറ്റുകളെ നിരപരാധികളായ ആളുകളുടെ പെരടിയിൽ വെച്ച് കെട്ടുന്നു എന്ന കഥയാണ് ഇവിടെ എല്ലാം ആവർത്തിക്കുന്നത്. എന്നാൽ ഖുർആൻ ഇവിടെ പറഞ്ഞത് ഒരാളുടെയും തിന്മകളും തെറ്റുകളും മറ്റൊരാൾ വഹിക്കേണ്ടി വരികയില്ല എന്നാണ്. ഇതും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നുണക്കഥകൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറയുമ്പോൾ ഒരിക്കൽ പറഞ്ഞത് ഓർക്കാതെ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നത് മുഹമ്മദിൻ്റെ ജീവിതത്തിൽ നമുക്ക് നിരന്തരം കാണാൻ പറ്റുന്ന ഒരു കോമഡിയാണ്. ചിന്തിക്കുന്നവർക്ക് ഒന്നാന്തരം ദൃഷ്ടാന്തവുമാണ്. അടുത്ത ഹദീസ് ഇബ്നു മസ്ഊദ് പറയുന്നു, തിരുമേനി അരുളി, ഏതൊരു മനുഷ്യൻ അക്രമമായി വധിക്കപ്പെടുമ്പോഴും ആ കുറ്റം ആദ്യം നടപ്പിൽ വരുത്തിയ ആദമിൻ്റെ ആദ്യ സന്താനത്തിന് ആ കുറ്റത്തിൽ ഒരു പങ്ക് ലഭിക്കാതെ പോവുകയില്ല. കാരണം ഒന്നാമതായി കൊല നടപ്പിൽ വരുത്തിയത് അവനാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ആദമിൻ്റെ മക്കൾ നടത്തിയ കൊലപാതകം എന്ന തിന്മ ആദം സന്തതികളായി വന്നിട്ടുള്ള മനുഷ്യരാശിക്ക് മുഴുവൻ ബാധകമാവും എന്നും മനുഷ്യരാര് കുറ്റം ചെയ്താലും അതിൻ്റെ ഒരു പങ്ക് ആ കുറ്റത്തിൽ നേരിട്ട് പങ്കില്ലാത്ത ആദമിൻ്റെ മക്കൾക്ക് കിട്ടുമെന്നും ഇവിടെ പറയുന്നു. ഒരാളുടെ കുറ്റം മറ്റൊരാൾ വഹിക്കുകയില്ല എന്ന ഖുർആൻ വാക്യത്തിന് നേരെ വിരുദ്ധമാണ് ഇത് എന്ന് ഇത് കേട്ടപ്പോൾ തന്നെ ആയിഷ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസും വേറെ ഉണ്ട്. ഇതേപോലെ തന്നെ തിന്മയുടെ കാര്യം മാത്രമല്ല നന്മയുടെ കാര്യത്തിലും ഈ കോമഡി കാണാം. നന്മ ഒരാൾ ചെയ്ത നന്മ അയാൾക്ക് കിട്ടും എന്നതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്താൽ അതിൻ്റെ ഫലം മറ്റുള്ളവർക്ക് കിട്ടുമെന്ന് പറയുന്ന ഒരുപാട് വിവരണങ്ങൾ കാണാം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നതും മരിച്ചവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നതും മരിച്ചവർക്ക് വേണ്ടി നിസ്കരിക്കുന്നതും ഒക്കെ അതിൻ്റെ ഫലം അവർക്ക് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാൾ ചെയ്ത പാപം മാത്രമല്ല ഒരാൾ ചെയ്ത നന്മയും മറ്റുള്ളവർ വഹിക്കും എന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഈ പറഞ്ഞതിന് നേരെ വിരുദ്ധമാണ്. ഇനി ഈ വാക്യത്തിലെ രണ്ടാമത് പറഞ്ഞ കാര്യം, ഒരു റസൂലിനെ അയക്കുന്നത് വരെ ആരെയും ശിക്ഷിക്കുകയില്ല എന്ന ഈ വാക്യത്തിലെ അവസാന ഭാഗം, അതിലുമുണ്ട് കോമഡി. അതിനെക്കുറിച്ച് ഇബ്നു കസീർ കുറേ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ ഇബ്നു കസീർ ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള വൈരുദ്ധ്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു റസൂലിൻ്റെ മുന്നറിയിപ്പ് കിട്ടാത്ത ഒരു ജനതയെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇതേ ഖുർആനിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും റസൂല് വന്നിട്ടുണ്ട്, താക്കീതുകാരൻ വന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഈ പറയുന്ന രണ്ടും ശരിയല്ല എന്നതിന് നമ്മുടെ മുമ്പിൽ 900 വ്യക്തമായ തെളിവുകളുണ്ട്. കാരണം ഈ മുഹമ്മദ് പറഞ്ഞ കാര്യം, അള്ളാഹു എന്ന ഒരു ദൈവത്തെ ആരാധിക്കണം, ആ ദൈവം മാത്രമേ ഒറിജിനൽ ദൈവമായിട്ടുള്ളൂ, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ദൂതൻ വരും, ആ ദൂതൻ വരുന്നതോടുകൂടി അതിന് മുമ്പുള്ളതെല്ലാം എക്സ്പയറി ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു പോകും, മുഹമ്മദാണ് ലോകാവസാനം വരെ നിങ്ങളുടെ ദൂതൻ എന്ന് പറയുന്ന ഈ സിദ്ധാന്തവുമായിട്ട് ലോകത്ത് മുഹമ്മദ് അല്ലാതെ വേറെ ആരും എവിടെയും വന്നിട്ടില്ല. എവിടെയും വന്നിട്ടില്ല എന്നതിന് നമ്മുടെ മുമ്പിൽ ചരിത്രപരമായ തെളിവുകളുണ്ട്, ഭൂമിശാസ്ത്രപരമായ തെളിവുകളുണ്ട്, മനുഷ്യൻ്റെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട്. കാരണം ഈ ഒരു സിദ്ധാന്തം ലോകത്ത് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശിയുടെയും മുമ്പിലേക്ക് ഈ സിദ്ധാന്തവുമായി താക്കീതുകാരൻ വന്നിട്ടുണ്ട് എന്നാണ് ഈ ഇസ്ലാമിൻ്റെ കഥാപുസ്തകം പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും കാലത്ത് ഒരാളെങ്കിലും ഈ കഥയും പറഞ്ഞ് വന്നതിൻ്റെ ഒരു ഫോസിൽ തെളിവെങ്കിലും ഉണ്ടോ?
ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ 5000-6000 വർഷം ചരിത്രമുള്ള, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് തന്നെ ചരിത്രമുള്ള വലിയ നാഗരികതകൾ നിലനിന്നിട്ടുള്ള ഒരുപാട് ജനങ്ങൾ കാലാകാലം താമസിച്ചു പോന്നിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ഇന്ത്യ. ഒരു പ്രദേശമല്ല, അനേകം പ്രദേശങ്ങൾ ചേർന്ന ഒരു മഹത്തായ രാജ്യമാണ് ഇന്ത്യ. ഈ ഇന്ത്യ രാജ്യത്ത് പലതരത്തിലുള്ള ജനവിഭാഗങ്ങളുണ്ട്. പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്, പല വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട്, പല സംസ്കാരങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ഗോത്ര മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ ഈ കഥയുമായിട്ട് ഒരു ദൂതൻ വന്നതിൻ്റെ ഒരു സൂചന, ഒരു ഫോസിൽ സൂചനയെങ്കിലും ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അള്ളാഹു എന്ന ഒരു ദൈവത്തിനെക്കുറിച്ച് ഇന്ത്യയിൽ ആരെങ്കിലും, ഈ ഇസ്ലാമിൽ കൂടെ അല്ലാതെ, മുഹമ്മദ് കൊണ്ടുവന്ന ഇസ്ലാം മതത്തിൻ്റെ അധിനിവേശത്തിലൂടെ അല്ലാതെ കേട്ടറിഞ്ഞതിൻ്റെ എന്തെങ്കിലും രേഖയോ തെളിവോ ഉണ്ടോ? മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ദൂതനായി വരും എന്ന് പറയുന്ന കഥയ്ക്ക് എന്തെങ്കിലും ചരിത്രപരമായ തെളിവുണ്ട്? ഇന്ത്യയിലില്ല, ചൈനയിലില്ല, ലാറ്റിൻ അമേരിക്കയിലില്ല, ആഫ്രിക്കയിലില്ല, ലോകത്ത് എവിടെയുമില്ല, മുഹമ്മദിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ പോലും ഇല്ല. മുഹമ്മദ് ജീവിച്ച മക്കയിൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഗോത്ര മനുഷ്യർ ആരാധിച്ചിരുന്ന ഒരു ഗോത്ര ദൈവമായ അള്ളാഹുവിനെക്കുറിച്ച് അവിടെയുള്ള കുറച്ച് ആളുകളല്ലാതെ ലോകത്ത് വേറെ എവിടെയും കേട്ടിട്ട് പോലുമില്ല. ആ അള്ളാഹു ഇങ്ങനെ ദൂതന്മാരയച്ച് താക്കീത് ചെയ്യുന്നു എന്ന് പറയുന്ന ഏർപ്പാടും ലോകത്ത് എവിടെ ആരും കേട്ടിട്ടില്ല. എന്നാൽ ലോകത്ത് എല്ലായിടത്തും ദൈവസങ്കല്പങ്ങളുണ്ടായിരുന്നു, മതസങ്കല്പങ്ങളുണ്ടായിരുന്നു, പലതരത്തിലുള്ള കഥകളുണ്ടായിരുന്നു. ആ കഥകളിൽ ഒക്കെ തമ്മിൽ പരസ്പരം ഒരുപാട് സാമ്യങ്ങളും വൈജാത്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ എവിടെയും ഇസ്ലാമിൻ്റെ ഈ അടിസ്ഥാന കഥയുടെ ഒരു സൂചന പോലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ റസൂലിനെ അയക്കാതെ ഞാൻ ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ വാക്യം ശരിയാണെങ്കിൽ ലോകത്ത് ഈ ഇസ്ലാം മതം പ്രചരിപ്പിക്കാതിരുന്നാൽ ആരും നരകത്തിൽ പോവില്ല. അതുകൊണ്ട് മനുഷ്യരെ നരകത്തിലാക്കാനുള്ള പണിയാണ് നിങ്ങൾ ലോകത്തെല്ലായിടത്തും ഇസ്ലാം പ്രചരിപ്പിക്കുക എന്നുള്ളത്. കാരണം മനുഷ്യന്മാരാരും ലോകത്തെവിടെ ഇത് കേട്ടിട്ടില്ലെങ്കിൽ ആ കേൾക്കാത്ത ആളുകളും ഉണ്ടാതെ അവർ ജീവിച്ചു പോയിക്കോട്ടെ. അവർ ജീവിച്ചു പോയാൽ അവർ സ്വർഗത്തിൽ പോയിക്കോളും, അല്ലെങ്കിൽ അവർക്ക് നരകം കിട്ടില്ല. അവരെ എന്തിനാണ് ഈ സാധനം കൊണ്ടുപോയിട്ട് കേൾപ്പിച്ചിട്ട് അവരെ നരകത്തിൽ കൊണ്ടുപോയി നിറക്കാൻ നിങ്ങൾ കിടന്ന് പടാപ്പാട് വിടുന്നത് എന്നാണ് ഈ മുസ്ലിം ദഅവാക്കാരോട്, ഇസ്ലാമിക ദഅവാക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. ആന്തമാനിൽ ജീവിക്കുന്ന, തുണി പോലും കൊടുക്കാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആമസോൺ കാടുകളിൽ വസ്ത്രം പോലും ധരിക്കാതെ ജീവിക്കുന്ന ഗോത്ര മനുഷ്യർ ഇന്നുണ്ട്. അവരൊക്കെ അള്ളാഹുവിനെ പറ്റി വല്ലതും കേട്ടിട്ടുണ്ടോ? അവർക്കൊക്കെ ഏതെങ്കിലും താക്കീതുകാരൻ വന്നിട്ടുണ്ടോ? അവരോട് ആരോടെങ്കിലും വന്നിട്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെക്കുറിച്ചും ഈ തൗഹീദിൻ്റെ കഥ പറയുന്ന കുറേ പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ ആരെങ്കിലും കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവരെടുത്തൊന്നും ഇതിനൊന്നും യാതൊരു തെളിവുമില്ല. അപ്പോൾ പിന്നെ അവരൊക്കെ അള്ളാഹു ശിക്ഷിക്കുമോ ഈ പറഞ്ഞതനുസരിച്ച്? പിന്നെ അവരെ ആരും ശിക്ഷിക്കുകയില്ല എങ്കിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ലോകത്ത് ഈ കഥ കേട്ടവരെ മാത്രം സ്വർഗത്തിലും നരകത്തിലും കൊണ്ടിടുകയും ഈ കഥ കേൾക്കാത്ത കോടാനകോടി മനുഷ്യരെ അത് ബാധകമല്ലാത്തത് കൊണ്ട് ശിക്ഷിക്കാതിരിക്കുകയും സ്വർഗം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതും ഒരു സ്രഷ്ടാവായ ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ, വിവേചനമല്ലേ അത്? എല്ലാ സൃഷ്ടികളോടും എല്ലാ മനുഷ്യരോടും ഒരേപോലെ നീതി പ്രവർത്തിക്കേണ്ട ആളല്ലേ അപ്പോൾ അവരുടെ സൃഷ്ടാവായ ദൈവം? അപ്പോൾ ഈ കഥ കേട്ടവർക്ക് മാത്രം ഒരു പ്രത്യേക പ്രിവിലേജും കഥ കേൾക്കാത്ത ആൾക്കാർക്ക് ഇതൊന്നും ബാധകവുമല്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അത് അനീതിയല്ലേ, അത് വിവേചനമല്ലേ, അതൊരു സൃഷ്ടാവ് ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ ഒരുപാട് മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വൈരുദ്ധ്യങ്ങളും ആഭാസങ്ങളും മാത്രമാണ് ഈ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കഥയിലുമുള്ളത്. ഇനി സന്ദേശം എത്തിക്കാത്ത, അല്ലെങ്കിൽ സന്ദേശവും ദൂതനും ഈ ദൂതന്മാരുടെ കഥയൊന്നും കേൾക്കാത്ത ജനസമൂഹങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇത് കേൾക്കുന്ന സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യരുണ്ട്. അവിടെ കുട്ടികൾ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നില്ലേ? ഈ കുട്ടികളെ, ഈ സിദ്ധാന്തമനുസരിച്ച് ഈ കുട്ടികളെ ദൈവത്തിന് ശിക്ഷിക്കാൻ പറ്റുമോ? അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ മുഹമ്മദ് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കഥകളാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അന്നത്തെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് മുഹമ്മദിനോട്, കുട്ടികളായിരിക്കെ മരിക്കുന്നവർ, അല്ലെങ്കിൽ ഗർഭത്തിലായിരിക്കെ തന്നെ മരിക്കുന്ന കുട്ടികൾ, അവർക്ക് അവരുടെ ഭാവി എന്തായിരിക്കുമെന്ന് മുഹമ്മദിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. മുഹമ്മദ് പലപ്പോഴും പല ഉത്തരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് അത്തരം പല വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾ ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസുകളായിട്ട്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അവർ സ്വർഗത്തിലാവും എന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ സ്വർഗത്തിലെ വേലക്കാരാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മറ്റേ മുത്തുമണി പോലെയുള്ള ബാലന്മാരുണ്ടല്ലോ, ആ ബാലന്മാരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ പെൺകുട്ടികൾ എന്ത് ചെയ്യും? പെൺകുട്ടികളെ കുറിച്ച് പറയുന്നില്ല. ബാലന്മാരായിട്ട്, വേലക്കാരായിട്ട് വരുന്ന ആൺകുട്ടികൾ ഈ ഗണത്തിൽപ്പെട്ട കുട്ടികളായിരിക്കും എന്ന് പറയുന്ന ഹദീസുണ്ട്. ഏത്? അള്ളാഹുവിൻ്റെ ഈ റസൂലിൻ്റെയും കഥ കേട്ട് മനസ്സിലാക്കാൻ പ്രായമാകുന്നതിന് മുമ്പ്, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരിച്ചുപോയ കുട്ടികളെ സ്വർഗത്തിലെ വിടുവേലക്കാരാക്കി മാറ്റുമെന്ന് മുഹമ്മദ് പറഞ്ഞ ഹദീസുകളുണ്ട്.
അവർ നരകത്തിലായിരിക്കുമെന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. പക്ഷേ ആ നരകത്തിൽ ചൂടുണ്ടാവില്ല എന്ന് പറഞ്ഞ കോമഡി ഹദീസ് വേറെയുണ്ട്. ഏത് ഈ മരിച്ചുപോയ കുട്ടികൾ അവരും സ്വർഗത്തിലായിരിക്കും എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. അവസാനം പല രീതിയിൽ മറുപടി പറഞ്ഞപ്പോൾ ആളുകൾ കൺഫ്യൂഷനായപ്പോൾ മുഹമ്മദിനോട് അതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്തപ്പോൾ അവസാനം മുഹമ്മദ് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടികളുടെ കാര്യം എന്നോട് ചോദിക്കാൻ വരരുത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഹദീസുണ്ട്. അതും ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കോമഡികൾ കുട്ടികളുടെ കാര്യത്തിൽ. ഇനി കുട്ടികൾ മാത്രമാണോ? ബുദ്ധിമാന്ദ്യമുള്ള ആളുകൾ, പലതരത്തിലുള്ള മാരകമായിട്ടുള്ള അസുഖം ബാധിച്ച ആളുകൾ, ഈ താക്കീതും റസൂലൊന്നും കേൾക്കാൻ പറ്റാത്ത അങ്ങേയറ്റത്തെ പ്രശ്നങ്ങളോടുകൂടി ജനിക്കുന്ന ആളുകൾ, ജനിച്ചതു മുതൽ വേദന തിന്ന് മരിക്കുന്ന ആളുകൾ, അവർക്കൊന്നും ഈ കഥ കേൾക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല. തലച്ചോറിന് വളർച്ചയില്ലാത്തതുകൊണ്ട് ബുദ്ധിമാന്ദ്യം ബാധിച്ച ആളുകൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. അവർക്കൊന്നും ഈ താക്കീതുകാരൻ്റെ കഥ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ അവർക്കതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ കഴിയാതെ ഉത്തരം മുട്ടി വെള്ളം കുടിക്കുകയും എന്നോട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിച്ച് വരരുത് ദയവായിട്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന കോമഡി നിങ്ങൾക്ക് ഹദീസുകളിൽ കാണാം. അങ്ങനെയുള്ള ആളുകളെ, ഈ കഥ കേൾക്കാനും ഈ താക്കീത് കേൾക്കാനും മനസ്സിലാക്കാനും കഴിവില്ലാതെ ജനിക്കുന്ന ആളുകളെയും അത് കഴിവ് നേടുന്നതിന് മുമ്പ് മരിച്ചു പോയിട്ടുള്ള കുട്ടികളെയും ഒക്കെ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് പോലും ഈ ദൈവശാസ്ത്രം ഉത്തരം നൽകുന്നില്ല എങ്കിൽ ഈ കഥകൾക്കൊക്കെ എന്ത് യുക്തിയാണുള്ളത്? ഇനി അവരൊക്കെ ദൈവം വെറുതെ വിടും എന്നാണെങ്കിൽ അവിടെയും അനീതിയുണ്ട്. ഇങ്ങനെ എന്തിനാണ് പിന്നെ ദൈവം തനിക്ക് തൻ്റെ ശിക്ഷാ നടപടിയും അല്ലെങ്കിൽ രക്ഷാ നടപടിയും പ്രതിഫലവും ഒന്നും കൊടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സൃഷ്ടികളെ എന്തിനാണ് ദൈവം സൃഷ്ടിക്കുന്നത്? മറ്റുള്ളവർക്ക് പരീക്ഷണമായിട്ടാണെന്നൊക്കെയാണ് അതിന് മറുപടി. മറ്റുള്ളവർക്ക് പരീക്ഷണമായിട്ട് ഇവരെ എന്തിനു സൃഷ്ടിച്ചു? അത് ഇവരോട് ചെയ്യുന്ന ക്രൂരതയല്ലേ? ഇവർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് നീതിയാവുക? സ്വന്തം സൃഷ്ടികളെ പലതരത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം അവർക്ക് പല നീതി നടപ്പിലാക്കുന്ന ഒരു സ്രഷ്ടാവ് എങ്ങനെയാണ് നീതിമാനാവുക? ഇങ്ങനെയുള്ള നിരവധി യുക്തിപരമായ ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ആയത്ത് വെച്ചുകൊണ്ട് തന്നെ ചോദിക്കാൻ കഴിയും. 16-ാമത്തെ വാക്യം, ഒരു രാജ്യത്തെ നാം നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചാൽ അതിലെ സുഖിയന്മാരോട് നാം കൽപ്പിക്കും, എന്നിട്ട് അവർ അതിൽ തോന്നിവാസം പ്രവർത്തിക്കും. അങ്ങനെ അതിൻ്റെ മേൽ വാക്ക് സ്ഥിരപ്പെടും. അപ്പോൾ നാം അതിനെ ഒരു തകർക്കുന്നതാണ്. എന്താണ് ഇവിടെ ഈ പറഞ്ഞത്? ഒരു പട്ടണം നശിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ ആ പട്ടണത്തിലെ സമ്പന്നരും സുഖിയന്മാരുമായ ആളുകൾക്ക് തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശം ഞാൻ നൽകും. ആരാ പറയുന്നത്? പടച്ചോൻ പറയാണ്. എന്നിട്ട് അവർ തോന്നിവാസങ്ങൾ ചെയ്യും. അപ്പോൾ ഞാൻ ആ പട്ടണത്തെ മൊത്തം അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളയും. ഒരു പടച്ചോൻ പറയുന്ന വർത്താനമാണിത്. അപ്പം തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുമെന്നല്ല ഇവിടെ പറയുന്നത്. ഞാൻ ശിക്ഷിക്കാൻ തീരുമാനിച്ചവരെ കൊണ്ട് ഞാൻ തെറ്റ് ചെയ്യിക്കും, എന്നിട്ട് ഞാൻ അവരെ ശിക്ഷിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല നിരപരാധികളെ ശിക്ഷിക്കും എന്ന തീർത്തും അയുക്തികവും അന്യായവുമായ കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. കാരണം ഒരു പട്ടണത്തിൽ സമ്പന്നരും സുഖലോലുപരുമായ കുറച്ചാൾക്കാരും ഒരുപാട് ആൾക്കാർ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഉണ്ടാവും. അങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥയിൽ, ഏതൊരു വ്യവസ്ഥയിലും ഏതൊരു പട്ടണത്തിലും ഗ്രാമത്തിലും ഉള്ള സ്ഥിതി അതാണ്. അവിടെ ഒരു ഗ്രാമത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പട്ടണത്തെ നശിപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് തീരുമാനിക്കുക, എന്നിട്ട് അത് നശിപ്പിക്കാൻ കാരണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പട്ടണത്തിലെ സമ്പന്നരും സുഖലോലുപരുമായ ആളുകളോട് നിങ്ങൾ തോന്നിവാസം ചെയ്യൂ എന്ന് കൽപ്പിക്കും. എന്നിട്ട് ആ കൽപ്പന അനുസരിച്ച് അവർ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അവർ തോന്നിവാസങ്ങൾ ചെയ്യും. അപ്പോൾ ഞാൻ ആ പട്ടണത്തെ മൊത്തമായിട്ട് അങ്ങ് തകർത്ത് കളയും. അവിടെ ഈ സുഖലോലുപന്മാരായ കുറച്ചാളുകൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് തെറ്റ് ചെയ്യുന്നത്. യഥാർത്ഥ തെറ്റുകാരൻ അള്ളാഹുവാണ്. ഇനി അത് പോട്ടെ, മനുഷ്യരതിന് ഉത്തരവാദിയാണ് എന്ന് വന്നാൽ തന്നെയും അവിടെ ഈ സുഖലോലുപന്മാരായ കുറച്ചാൾക്കാർ മാത്രമാണ് തെറ്റ് ചെയ്യുന്നത്. പക്ഷേ ശിക്ഷ അനുഭവിക്കുന്നത് ആരാണ്? ആ പട്ടണത്തിൽ ജീവിച്ചിരുന്ന മുഴുവൻ മനുഷ്യരും ശിക്ഷ അനുഭവിക്കും എന്ന് പറയുന്നത്. എന്തൊരു അസംബന്ധം! ഇതൊക്കെ വിളിച്ചു പറയുന്ന ഒരു ദൈവത്തിന് തലക്ക് വെളിവുണ്ടോ എന്ന് ഏതൊരു വെളിവുള്ളവരും ചോദിച്ചു പോവില്ലേ? ഇവിടെ ദൈവത്തിൻ്റെ കുറ്റമല്ല. നമ്മൾ എന്തിനാണ് ദൈവത്തിനെ ഇങ്ങനെ ഒരു വിഡ്ഢിയായിട്ട് അവതരിപ്പിക്കുന്നത്? ഇവിടെ ദൈവമല്ല ഈ വിഡ്ഢിത്തങ്ങളൊന്നും വിളിച്ചു പറഞ്ഞത്. അതാണ് ഇതിലൊക്കെയുള്ള ദൃഷ്ടാന്തം. ഒരു ദൈവം ഒരിക്കലും ഇത് പറയില്ല. ഇത് പറഞ്ഞത് ഒന്നുകിൽ ശരിയായ വെളിവും വിവേകവും ഇല്ലാത്ത ഒരു മനുഷ്യൻ പറഞ്ഞ ജൽപ്പനങ്ങൾ, അതല്ലെങ്കിൽ എന്തോ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏതോ അദൃശ്യ ശക്തി ആവാഹിച്ചിട്ടുള്ള, മതഭാഷയിൽ പറഞ്ഞാൽ പിശാച് ആവാഹിച്ചിട്ടുള്ള ഒരു വ്യക്തി പിശാചിന് വേണ്ടി സംസാരിച്ച വാക്യങ്ങൾ എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ.
ഇത്രയും പൈശാചികത മുറ്റി നിൽക്കുന്ന വാക്യങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് വരിക? ദൈവം നന്മയുടെയും നീതിയുടെയും സത്യത്തിൻ്റെയും ഒക്കെ പ്രതീകമാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ പറയൂ? ദൈവത്തിൻ്റെ ശത്രുവായ പിശാചാണ് പറഞ്ഞതെങ്കിൽ ഇത് ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ വഴിപഴപ്പിക്കാൻ വേണ്ടി, ദൈവത്തിനെ തന്നെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് പിശാച് പറഞ്ഞതാണെങ്കിൽ ഓക്കെ, നമുക്കതിലൊരു യുക്തി ഉണ്ടെന്ന് പറയാം. ഖുർആൻ പിശാചിൻ്റെ വചനങ്ങളാണ് എന്ന് ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അതിന് കാരണം ഇത്തരത്തിലുള്ള ദൈവത്തിന് നിരക്കാത്ത വാക്യങ്ങൾ ഖുർആനിലുള്ളത് കൊണ്ടാണ്. ഇവിടെ എൻ്റെ ചോദ്യം, ഒരു നീതിമാനായ ദൈവം തൻ്റെ സൃഷ്ടികളോട് കാണിക്കേണ്ട പ്രവൃത്തിയാണോ ഈ വാക്യത്തിൽ പറയുന്നത്? എന്നിട്ട് നമ്മുടെ മൗദൂദിയെ പോലുള്ള ആളുകൾ ദൈവം പറഞ്ഞ ഈ വാക്യത്തെ ദൈവം പറഞ്ഞതിന് നേരെ വിപരീത അർത്ഥത്തിലാക്കിയിട്ട് വ്യാഖ്യാനിച്ച് ഉരുളുകയാണ്. എന്നാൽ പിന്നെ ദൈവത്തിന് മര്യാദക്ക് അത് പറഞ്ഞാൽ പോരെ? ഇവർ വ്യാഖ്യാനിക്കുന്ന അർത്ഥമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ദൈവത്തിന് നേരെ പറഞ്ഞാൽ പോരെ? ദൈവം എന്തിനാ ഇങ്ങനെ പറയുന്നത്, തലകുത്തനെ പറയുന്നത്? അപ്പോൾ ഈ ദൈവം തലകുത്തനെ പറഞ്ഞ കാര്യം നേരെ തിരിച്ചാക്കി മാറ്റിയിട്ട് വ്യാഖ്യാനിച്ചിട്ട് നേരെയാക്കാൻ ശ്രമിക്കുകയാണ് വ്യാഖ്യാതാക്കൾ. കാരണം ഇല്ലെങ്കിൽ ദൈവം പിശാചായി പോവും. ഇവിടെ ദൈവം പറയുന്നത് തെറ്റ് ചെയ്യുന്നവരെ ഞാൻ ശിക്ഷിക്കുമെന്നല്ല, മറിച്ച് ഞാൻ ശിക്ഷിക്കാൻ തീരുമാനിച്ചവരെ കൊണ്ട് ഞാൻ തെറ്റ് ചെയ്യിക്കും, അവരൊക്കെ ഞാൻ തെറ്റ് ചെയ്യാൻ കൽപ്പന കൊടുക്കും. എന്നിട്ട് അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരുൾപ്പെടെ ആ നാട്ടിലുള്ള മുഴുവൻ നിരപരാധികളെയും കൂടെ ചേർത്തുകൊണ്ട് ഞാൻ കൂട്ടത്തോടെ ശിക്ഷിക്കും. ഇത് നീതിമാനായ ഒരു ദൈവം പറയേണ്ട വാക്യമാണോ? എന്തൊക്കെയാണ് ഇതിനകത്ത് എഴുതി വച്ചിട്ടുള്ളത്? എന്താണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്? എന്താണ് തലക്ക് വെളിവുള്ളവർ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ദൃഷ്ടാന്തം എന്താണ്? ആ ദൃഷ്ടാന്തം മറ്റൊന്നുമല്ല, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ മാനസികമായിട്ടുള്ള വൈകല്യങ്ങളും ചപലമായിട്ടുള്ള ചിന്തകളും അദ്ദേഹത്തിൻ്റെ വിചാരങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള വിരോധാഭാസങ്ങളും അദ്ദേഹത്തിന് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിൽ നേരിട്ട പരാജയത്തിൽ നിന്നുണ്ടായ നിരാശയുടെ മുമ്പിൽ അദ്ദേഹം ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ള ആഭാസങ്ങൾ മാത്രമാണ് ഈ മക്കയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഖുർആൻ വെളിപാടുകൾ മുഴുവൻ. മക്കയിലെ ആളുകൾ മുഴുവൻ തന്നെ ഒരു നേതാവായി അംഗീകരിക്കുമെന്നും താൻ പറയുന്നതൊക്കെ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ കീഴിൽ അണിനിരക്കുമെന്നും അങ്ങനെ ഈ മക്കയുടെ ഒരു ആധിപത്യം തനിക്ക് ലഭിക്കുമെന്നും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഈ ദൗത്യം ആരംഭിച്ചത്. പക്ഷെ അത് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. പരാജയപ്പെടാൻ കാരണം മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു യുക്തിയും ഉണ്ടായിരുന്നില്ല, ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യുക്തിയും തെളിവും ചോദിച്ചുകൊണ്ട് അവർ മുഹമ്മദിനെ ഉത്തരം മുട്ടിച്ചപ്പോൾ മുഹമ്മദ് നിരാശ കൊണ്ട് ഒരുതരം മാനസിക വിഭ്രാന്തി ബാധിച്ച അവസ്ഥയിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. അങ്ങനെ പുലമ്പിയിട്ടുള്ള വിരോധാഭാസങ്ങളാണ് ഖുർആനിൽ നമ്മൾ ഇതുവരെ വായിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അവിടെയുള്ള മക്കക്കാരായിട്ടുള്ള ഖുറൈശികളെ ചീത്ത വിളിക്കുക, അവരെ തെറി പറയുക, അവരെ ഭീഷണിപ്പെടുത്തുക, കെട്ടുകഥകൾ പറയുക, എന്നിട്ട് അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു യുക്തിക്കും നിരക്കാത്ത ഇത്തരത്തിലുള്ള മറുപടികൾ പറഞ്ഞ് സ്വയം പരിഹാസ്യനാവുക, ദൈവം എന്നൊരു കഥാപാത്രത്തെ തന്നെ പരിഹാസ്യനാക്കി അവതരിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ ഖുർആനിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 16 വാക്യങ്ങളാണ് ഈ അധ്യായത്തിൽ വായിച്ചത്. ഇത്രയും വാക്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ച ദൃഷ്ടാന്തത്തിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഞാൻ ഈ പറഞ്ഞത്. അടുത്ത വാക്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.